welcome back to Franklin's Lectures. It's me, Fatima Razana. So, we will Introduction to Environmental Engineering we will discuss. So, 2019 scheme S6 6th semester subject Environmental Engineering. So, Environmental Engineering is a vast subject. Actually, there are two parts Environmental Engineering 1 and 2. So, I will discuss Environmental Engineering in 1 and discuss. So, first, we will subject code. Our subject code is CET 304. So, in this discussion, I mark distribution. So, mark divide internal item and external exam item divide that's why module 2019 scheme 5 module. So, 5 module industrial applications discuss. So, students, okay, first mark distribution. Subject environmental engineering. Okay, so total marks 150 marks total. So, 150 marks are divided. One is CIE. CIE is Continuous Internal Evaluation. That is Continuous Internal Evaluation. You college teachers marks. That is marks. That is 50 marks. That is ESE. ESE is End Semester Examination. You conduct university exam. That total mark is 100. So, internal marks 50. Examination mark end semester examination mark 100 ആണ്. അപ്പോൾ total marks എന്ന് പറയുന്നത് 150 ലാ ട്ടോ. അതുപോലെ നിങ്ങളുടെ examination അതായത് നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാം എന്നാണല്ലേ ഡ്യൂറേഷൻ എത്ര 3 മണിക്കൂറാണ് 3 hours ലാണ് എക്സാം ഉള്ളത് ട്ടോ. സോ 3 hours ൽ 100 marks ആണ് ഉള്ളത്. ഓക്കേ, ഇനി നോക്കിയേ, ഇനി നമുക്ക് എന്താണ് CIE നോക്കണം അല്ലേ. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. സോ അത് ടോട്ടൽ എത്ര 50 മാർക്സ് ആണ് അല്ലേ നിങ്ങൾ കോളേജിൽ ടീച്ചേഴ്സ് തരുന്ന മാർക്സ്. സോ ഫസ്റ്റ് തന്നെ അതിൽ അറ്റൻഡൻസ് മനസ്സിലായോ, അറ്റൻഡൻസിനുള്ളത് 10 മാർക്സ് ആണ്. സോ ടോട്ടൽ 10 മാർക്സിനുള്ളത് അറ്റൻഡൻസ് ആണ് ഔട്ട് ഓഫ് 50ലുള്ളത്. അടുത്ത 25 മാർക്സിന് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. അത് 2 സീരീസ് എക്സാം ആയിട്ടാണ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുക. സോ 2 സീരീസ് എക്സാംസിനായിട്ട് നിങ്ങൾക്ക് എത്ര 25 മാർക്സ് ആണ് ഉണ്ടാവുക. അടുത്തതാണ് നിങ്ങൾ അസൈൻമെന്റ്, ക്വിസ്, അതുപോലെ ക്രോസ് പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ അതിനെല്ലാം കൂടിയിട്ട് 50 മാർക്സ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് എത്ര, ദാറ്റ് ഈസ് ടോട്ടൽ എത്രയാണ് 50ലാണ് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് ഉള്ളത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്തത് നമ്മളെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ പാറ്റേൺ ആണ്. അത് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ നമ്മുടെ പാറ്റേൺ ആണ്. സോ മെയിൻലി നമുക്ക് കാണുന്നത് വെച്ചാൽ 2 പാർട്ടായിട്ടാണ് ഉള്ളത് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ്. പാർട്ട് എയും പാർട്ട് ബി ആണ്. ഓക്കെ, സോ പാർട്ട് എ എന്ന് പറഞ്ഞാൽ പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതായത് നമുക്ക് ടോട്ടൽ എത്ര മൊഡ്യൂൾ ഉണ്ട്, 5 മൊഡ്യൂൾ ആണുള്ളത്. സോ 5 മൊഡ്യൂളിനുമായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര 3 മാർക്സ് ആണ്. മനസ്സിലായോ? സോ ടോട്ടൽ നമുക്ക് 5 into 2 അപ്പോൾ എത്ര 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലായോ? 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസിന്റെ മാർക്സ് എത്ര 3 മാർക്സ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും 30 മാർക്സ് ഉണ്ടാവും. മനസ്സിലായോ? 30 മാർക്സ് നമുക്ക് എവിടുന്നാണ്, നമുക്ക് പാർട്ട് എ എന്നാണ് ഈച്ച് ക്യാരിങ് 3 മാർക്സ്. അടുത്ത നമ്മളെ പാർട്ട് ബി. ഓക്കെ, പാർട്ട് ബി എന്ന് പറഞ്ഞാൽ പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിന് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പാർട്ട് ബി എന്ന് വെച്ചാൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഓരോ ക്വസ്റ്റ്യൻസിന് ക്യാരി ചെയ്യുന്ന എത്രയാണ് 14 മാർക്സ് ആണ്. മനസ്സിലായോ? സോ ഓരോ മൊഡ്യൂളിന് പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്ന്. മനസ്സിലായോ? നോക്കിയേ, പാർട്ട് ബി കണ്ടെയ്ൻസ് 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ഓഫ് വിച്ച് സ്റ്റുഡന്റ് ഷുഡ് ആൻസർ എനി വൺ. ഒരു ഓർ ആയിട്ട് ഓരോ മൊഡ്യൂളിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സബ് ഡിവിഷൻസ് ഉണ്ടാവും, സബ് ഡിവിഷൻസ് ആയിട്ടുണ്ടാവും. കണ്ടോ, ക്യാൻ ഹാവ് എ മാക്സിമം 2 സബ് ഡിവിഷൻസ്. അപ്പോൾ ടോട്ടൽ എത്ര 14 മാർക്സിനാണ് ടോട്ടൽ ഉള്ളത്. സോ 14 മാർക്സിന് മേ ബി ഒരു സബ് ഡിവിഷൻ കൊടുക്കും. ഒന്ന് എ ആയിട്ടും ബി ആയിട്ടും കൊടുക്കും. ഒന്നെങ്കിൽ 9 മാർക്സ് 5 മാർക്സ് അല്ലെങ്കിൽ 7 അങ്ങനെയൊക്കെ ആയിട്ട് 14 മാർക്സിന് ബേസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 100 മാർക്സ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എത്ര 150ലാണ് ഉണ്ടാവുക. എക്സാമിന് 100 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി എക്സാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൊഡ്യൂൾ 1 ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ നോക്കാം. സോ മൊഡ്യൂൾ 1 പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആൻഡ് റോൾ ഓഫ് ദ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ്. അതായത് എന്താണ് നമ്മളെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എന്തുകൊണ്ടാണ് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു റോൾ ഓഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിന്റെ റോൾ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും, അതുപോലെ എൻഹാൻസിങ് ദ നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഇൻ എഞ്ചിനീയർ എൻവയോൺമെന്റ്. നമുക്ക് പല വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ പല പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അടുത്ത നമ്മളെ പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവ് ഫോർ ട്രീറ്റിംഗ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് വാട്ടർ ഉണ്ട് അല്ലേ. സോ വെള്ളം നമുക്ക്
പ്യൂരിഫൈഡ് ആയ വെള്ളം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമല്ലേ. സോ വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതുപോലെ സെയിം ടൈം നമ്മൾ വേസ്റ്റ് വാട്ടറിന്റെ കുറിച്ചും നമ്മൾ സ്റ്റഡി നടത്തുന്നത്, ട്രീറ്റ്മെന്റിനെ കുറിച്ചും നമ്മൾ സ്റ്റഡി നടത്തുന്നത്. സോ ഫസ്റ്റ് നെല്ലിൽ വരുന്നത് വെച്ചാൽ ഇത് നമ്മളെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ് ഇത്ര പറയുന്നത്, ജസ്റ്റ് തിയറി ബേസ്ഡ്. അടുത്താണ് വാട്ടർ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ. അതായത് ആദ്യം നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്തുമാത്രം വെള്ളം നമുക്ക് ആവശ്യം വരുന്നുണ്ട്, അതായത് നമുക്ക് പെർ ക്യാപിറ്റ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പോപ്പുലേഷൻ ഫോർകാസ്റ്റ്, എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, മീൻസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഫോർകാസ്റ്റ് ചെയ്യണം. അതുപോലെ വാട്ടർ ഡിമാൻഡ് എസ്റ്റിമേഷൻ, എത്ര വെള്ളം നമുക്ക് വേണം എസ്റ്റിമേഷൻ ചെയ്യണം. അതുപോലെ ടൈപ്സ് ഓഫ് ഡിമാൻഡ്, എന്തൊക്കെ ടൈപ്പ്, നമുക്ക് പല ഡിമാൻഡ്സ് ഉണ്ട് അല്ലെ വെള്ളത്തിന്, അതും അതുപോലെ ഡിമാൻഡിന്റെ ഫ്ലക്ച്വേഷൻസ്, വേരിയേഷൻസ് ഇൻ ദ ഡിമാൻഡ്സ് നമുക്ക് നോക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന സബ്ഡിവിഷൻ എസ്റ്റിമേഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് വേസ്റ്റ് വാട്ടറിന്റെ ക്വാണ്ടിറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഡ്രൈ വെതർ ഫ്ലോ, അതുപോലെ സ്റ്റോം വാട്ടർ ഫ്ലോ, അങ്ങനെ പല ടൈപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ പോപ്പുലേഷൻ ഇക്വാലന്റ് ആൻഡ് ഡിസൈൻ പീരീഡും ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അതിലുള്ളതാണ് കളക്ഷൻ ആൻഡ് കൺവെയൻസ്, കളക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ. നോക്കിയേ, വാട്ടർ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ്, നമുക്ക് വെള്ളം ആദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യണം അല്ലേ. സോ അതിനെയാണ് നമ്മൾ ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗ്രാവിറ്റി ഫ്ലോ, പ്രഷർ ഫ്ലോ സിസ്റ്റംസ്, എങ്ങനെ അതിലോട്ട് ഫ്ലോ ചെയ്യുന്നുള്ളത്. ഇനി സിസ്റ്റം ഓഫ് സീവറേജസ്, സീവറേജസ് നമ്മളെ പൈപ്സ്, അതായത് സെപ്പറേറ്റ് ഉണ്ട്, കമ്പൈൻ ടൈപ്പ് ഉണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് പമ്പ്സ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഫോർ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ കൺവെയൻസ്, നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പൈപ്സ്, നമ്മളെ പമ്പ്സിനെ കുറിച്ചാണ് ഇതിൽ സ്റ്റഡി നടത്തുന്നത്. ഇതാണ് നമ്മളെ മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്താണ് നമ്മളെ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ നിൽക്കുക, നമുക്ക് എന്താണ് അധികം നമുക്ക് വെൽസ് ഒന്നും കിട്ടാത്ത സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നുള്ള വെള്ളത്തിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ലേഔട്ട് പ്ലാൻ ഓഫ് എ കൺവെൻഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ, അതൊരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കൺവെൻഷണൽ ടൈപ്പാണ്. നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻ, ഡിസൈൻ ഒക്കെയാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് സൈറ്റ് സെലക്ഷൻ ആണ് അല്ലെ. എന്തൊരു കാര്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്മൾ സൈറ്റ് നോക്കൂല്ലേ, ഏതാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുള്ള സൈറ്റ് സെലക്ഷൻ നോക്കും, റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള സൈറ്റ്. കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആൻഡ് യൂണിറ്റ് പ്രോസസ്. ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സ് പ്രോസസ്സിങ്ങും ഓപ്പറേഷൻസിനെ കുറിച്ചാണ് കോൺസെപ്റ്റ്. അതിൽ വരുന്നതാണ് സ്ക്രീനിങ്, ടൈപ്പ് ഓഫ് സ്ക്രീനിങ്. അതായത് വെള്ളം ആദ്യം വരുമ്പോൾ സ്ക്രീൻ ചെയ്യണം. അതിലുള്ള നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മളെ ലീവ്സ്, അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കണം. സോ അതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിന്റെ ടൈപ്പ് ഓഫ് സ്ക്രീൻസ്, ഏതൊക്കെ സ്ക്രീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എയറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എയർ ഡിസോൾവ് ചെയ്യുന്നത്. സോ എയറേഷനെ കുറിച്ചും അതുപോലെ എയറേഷന്റെ ടൈപ്സ് ആണ് നമുക്ക് ഉള്ളത്. അടുത്ത തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സെഡിമെന്റേഷൻ. സോ വാട്ടർ സ്ക്രീൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെഡിമെന്റ് ചെയ്യും. സോ സെഡിമെന്റേഷൻ ടാങ്ക്സ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ വെച്ചിട്ടാണ് അവിടെ സെറ്റിൽമെന്റ് വെലോസിറ്റി ഒക്കെ നമ്മൾ കാണുന്നത്. ഇനി ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ് ആണ്, പല ടൈപ്പ് ഓഫ് സെറ്റിൽമെന്റ്സ് ആണ് അതിനെക്കുറിച്ച്. പിന്നെ ഡിസൈൻ ഓഫ് പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക്, ഇതാണ് നിങ്ങൾക്ക് അധികം യൂണിവേഴ്സിറ്റിയിൽ ഒരു ന്യൂമറിക്കലായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. അതായത് സെഡിമെന്റേഷൻ ടാങ്ക്, റെക്ടാങ്കുലർ ടൈപ്പ് സെഡിമെന്റേഷൻ ടാങ്ക് അവർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. അടുത്താണ് മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ. നമുക്ക് കൊയാഗുലൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൊയാഗുലേഷൻ ചെയ്യിപ്പിക്കും. അതുപോലെ ഇത് ഫ്ലോക്കുലേഷൻ ഉണ്ട്. പിന്നെ പോപ്പുലർ കോഗുലൻസ് മീൻസ് കോഗുലൻസ് ആൻഡ് ഫീഡിംഗ് ഡിവൈസസ്. നമ്മൾ കോഗുലൻസ് ആയിട്ട് മീൻസ് കൊയാഗുലേഷന് യൂസ് ചെയ്യുന്ന കോഗുലൻസിന്റെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. സോ അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത്. ഇനി നോക്കിയാൽ അടുത്ത നമ്മളെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫിൽട്രേഷൻ ഓഫ് വാട്ടർ, തിയറി ഓഫ് ഫിൽട്രേഷൻ, എന്താണ് ഫിൽട്രേഷൻ എന്നും അതുപോലെ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, ഒരുപാട് ടൈപ്പ് നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സും അതുപോലെ ഡിസൈൻ ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. ഇവിടെ നിങ്ങൾക്ക് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ ഡിസൈൻ ആണ് പഠിക്കാനുള്ളത്. അടുത്താണ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം മെയിൻലി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ ബ്ലീച്ചിങ് പൗഡേഴ്സ് അതുപോലെ ക്ലോറിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതാണ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ. നമ്മൾ വെള്ളത്തിന്റെ ഡിസ്ഇൻഫെക്ഷൻ കുറിച്ചും അതുപോലെ ഒരുപാട് വേരിയസ് ഓസോൺ മെത്തേഡ്സ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. സോ വേരിയസ് മെത്തേഡ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, ഓരോ നമ്മൾ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതുപോലെ അതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വെച്ചാൽ ലേ ഔട്ട് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. അതായത് നമ്മളൊരു പൈപ്പ് നെറ്റ്വർക്ക് എടുക്കാം, മനസ്സിലായോ, ഒരു പൈപ്പ് നെറ്റ്വർക്ക്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ലൈഔട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ടൈപ്സ് ഉണ്ട്, അതുപോലെ മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് വെള്ളത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പൈപ്പ് നെറ്റ്വർക്ക്സ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഹാർഡി ക്രോസ് ആൻഡ് ഇക്വലന്റ് പൈപ്പ് മെത്തേഡ്സ് ആണ്. സോ ഈ ഹാർഡി ക്രോസ് മെത്തേഡ്സിൽ നിങ്ങൾക്ക് അധികം ന്യൂമറിക്കൽസ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ ഹാർഡി ക്രോസ് മെത്തേഡ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൈപ്പിലൂടെയുള്ള ഫ്ലോനെ ഡിറ്റർമിനേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ക്ലോസ്ഡ് ലൂപ്സിലുള്ള പ്രഷേഴ്സിനെ ബൈ ഈക്വലൈസിങ് ദ ഹെഡ് ലോസ് ഈക്വലൈസ് ബാലൻസിങ് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. സോ ഇത് മെയിൻലി നമ്മൾ എപ്പോഴും എന്താണ് ഒരു ന്യൂമറിക്കൽ ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേട്ടോ.
സോ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ നമ്മൾ മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റേയും അതിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 പഠിച്ചത്. ഇനി മൊഡ്യൂൾ 4 എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ കളയുന്ന വെള്ളത്തിനെ എങ്ങനെ നമ്മൾ പ്രോപ്പർ മീൻസ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുന്നുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേഔട്ട് ഓഫ് കൺവെൻഷണൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. നമുക്കൊരു ഇതിനെക്കുറിച്ച് ലേഔട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലേ, ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ലേഔട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിൽ പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് സൈറ്റ് സെലക്ഷൻ വേണം. പിന്നെ കോൺസെപ്റ്റ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ട്രീറ്റ്മെന്റ്. ഇതിൽ നമുക്ക് വേസ്റ്റ് വാട്ടറിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് വരുന്നത്, പ്രൈമറി വരുന്നുണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്, ടെറിഷറി ട്രീറ്റ്മെന്റ് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ അവിടെ വരുന്ന ഓരോ യൂണിറ്റ് ഓഫ് ഓപ്പറേഷൻസ്, പല യൂണിറ്റ്സ് പ്രൊസീജിയേഴ്സ്, യൂണിറ്റ്സ് ഓഫ് ഓപ്പറേഷനിലാണ് ലാസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പം ഓരോ ഓപ്പറേഷൻസ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റും പറയുന്നുണ്ട്. അതിൽ വരുന്ന പ്രൈമറി ട്രീറ്റ്മെന്റിലും ഈക്വലൈസേഷൻ ഓഫ് ഫ്ലോന്റെ ഇതിലും. അടുത്താണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ പറയുന്നത് വെച്ചാൽ കോൺസെപ്റ്റ് ഓഫ് ബയോളജിക്കൽ യൂണിറ്റിംഗ് പ്രോസസ് ആണ്. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഒന്ന് ആറോബിക് ആയിട്ടും അനാറോബിക് ആയിട്ടും. എയറോബിക് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഓക്സിജനും അനാറോബിക് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജന്റെ രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റാച്ച്ഡ് ആൻഡ് സസ്പെൻഡഡ് ഗ്രോത്ത് പ്രോസസ് ആണ്. അതിന്റെ കോൺസെപ്റ്റ്സ് മാത്രമാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അടുത്താണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ചോദിക്കുന്നതാണ്. അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഡിസൈൻ ഓഫ് എ കൺവെൻഷണൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റിന്റെ ഡിസൈനും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്താണ് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്റർ. മനസ്സിലായോ? അതിന്റെ കോൺസെപ്റ്റ് മാത്രമാണ്. അതിന്റെ ടൈപ്സും അതുപോലെ അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ ഓപ്പറേഷൻസ് ആണ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മളെ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമ്മളെ അനാറോബിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. അതായത് അനാറോബിക് ട്രീറ്റ്മെന്റ് ഓഫ് ഹൈ സ്ട്രെങ്ത് വേസ്റ്റ് വാട്ടർ. നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് രണ്ട് രീതിയിലൊന്ന് അയറോബിക്കും അനാറോബിക്കും. സോ അനാറോബിക്കിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അപ്ലോ അനാറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് UASB എന്ന് പറയും. അതുപോലെ അവിടെ വരുന്ന റിയാക്ടേഴ്സ് ഉണ്ട്, പല റിയാക്ടേഴ്സ് ഉണ്ട്. സോ അതിന്റെ കോൺസെപ്റ്റ്സ് മാത്രമാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറയാനിട്ടുണ്ട് കേട്ടോ. അടുത്താണ് നാച്ചുറൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസ്. അതായത് നേച്ചറായിട്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം, അതിനാണ് നമ്മൾ ഓക്സിഡേഷൻ പോൺസ്, സാധാ നമ്മുടെ പോണ്ട് പോലെ സിസ്റ്റം, ആൻഡ് ലഗൂൺസ്, അതിൽ വരുന്ന വെറ്റ്ലാൻഡ്സ്, റൂട്ട് സോൺ സിസ്റ്റംസ്. ഇതിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. അടുത്താണ് ലോ കോസ്റ്റ് സാനിറ്റേഷൻ സിസ്റ്റം. അതായത് നമ്മൾ സാനിറ്റേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ് നമ്മൾ ഡിസൈൻ ഓഫ് സെപ്റ്റിക് ടാങ്ക്, അതുപോലെ നമ്മൾ സെപ്റ്റിക് ടാങ്കും അതുപോലെ സോക്ക് പിറ്റിന്റെ ഡിസൈനും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അടുത്താണ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ്. നമുക്ക് കിട്ടുന്ന ഈ വേസ്റ്റ് മെറ്റീരിയലിന്റെ ലാസ്റ്റ് പ്രോസസ്സാണ് സ്ലഡ്ജ്. ആ സ്ലഡ്ജിന്റെ കോൺസെപ്റ്റ്സ് ആണ്. അതിന്റെ തിക്കനിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ അതിന്റെ ഡൈജഷൻ ഓഫ് സ്ലഡ്ജ്, ഡീ വാട്ടറിങ്, ഡ്രൈയിങ് ആൻഡ് കമ്പോസ്റ്റിംഗ്. ലാസ്റ്റ് അതെങ്ങനെ കമ്പോസ്റ്റ് ചെയ്യും, ആ തിക്കൻഡ് ആയിട്ടുള്ള ലാസ്റ്റ് വേസ്റ്റ് വാട്ടറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സോളിഡിനെയാണ് നമ്മൾ സ്ലഡ്ജ് എന്ന് പറയുന്നത്. സോ ആ ഒരു സംഭവത്തിന്റെ എല്ലാ പ്രോസസ്സുമാണ്. അതിന്റെ തിക്കനിങ്, സ്ലഡ്ജ് തിക്കനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഗേറ്റിനൊക്കെ ഒരുപാട് ടൈപ്പിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്ലഡ്ജ് ട്രീറ്റ്മെന്റിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ഡൈജഷന്, അതിന്റെ ഡീ വാട്ടറിങ്, ഡ്രൈയിങ്, അതിന്റെ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 5 ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കാം. നമ്മുടെ എൻവിറോൺമെന്റൽ എഞ്ചിനീയർ. സോ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് അല്ലേ. എന്താണ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് തന്നെ ടു അപ്രീഷിയേറ്റ് ദ റോൾ ഓഫ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇൻ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് എൻവിറോൺമെന്റ് അല്ലേ. നമ്മളെ എൻവിറോൺമെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഒരു റോൾ ഓഫ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിന് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. ഇനി നോക്കിയേ, മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. ഞാൻ പറഞ്ഞിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ടു പ്ലാൻ ഫോർ ദ കളക്ഷൻ ആൻഡ് കൺവെൻസ് ഓഫ് വാട്ടർ ഫോർ ദ വാട്ടർ ട്രീറ്റ്മെന്റ്. നമുക്ക് ഒരു വാട്ടർ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കൺവെൻഷണൽ പ്രോസസ്സും എല്ലാത്തിനെയും കുറിച്ചാണ്. കൺവെൻസ്, അതിന്റെ ട്രാവൽ മീൻസ് ആ ഒരു ഓരോ യൂണിറ്റ്സിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് എത്തുന്ന ആ ഒരു കൺവെൻസ് പ്രോസസ്സിനെ കുറിച്ചും പ്ലാനാണ് നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കുന്നത്. അടുത്ത് നോക്കിയേ, മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. അതിന്റെ ഫിൽട്രേഷൻ, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. അതെന്താ, ടു ഡിസൈൻ ആൻഡ് appropriate technology for water treatment and distribution. അതായത് നമുക്കൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി വേണം അല്ലേ. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് എന്ത് വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യാനും അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. അടുത്താണ് കൺവെൻഷണൽ, മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നത്. അതെന്താണ്, ടു പ്ലാൻ ഫോർ കളക്ഷൻ ആൻഡ് കൺവെൻഷണൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ. നമുക്ക് വാട്ടർ വേസ്റ്റ് വാട്ടറും കൂടി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. സോ അതിന്റെ പ്ലാനിനെ കുറിച്ചും അതുപോലെ കൺവെൻഷണൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചും
കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നത്. ഇനി നോക്കിയേ, ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. നമ്മൾ വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് ആണ്, പല ട്രീറ്റ്മെന്റ്സ് ആണ്. അത് തന്നെ ടു ഡിസൈൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഫോർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്. നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 1 എന്ന നമ്മളെ S6 പഠിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.